നയതന്ത്രത്തിന്റെ പാതകൾ കൊട്ടിയടച്ച ഇറാൻ ഭരണകൂടത്തിന്റെ വേരൊറുക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറാക്കുന്ന കിൽ ഓർഡർ പദ്ധതികൾ ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. അമേരിക്കയുടെ യുദ്ധമുറകളിൽ നിന്നും ചോർന്നു കിട്ടിയ രഹസ്യങ്ങൾ മറനീക്കി പുറത്തു വരുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയ വിപത്തിനോ എന്ന ചോദ്യം ഉയരുകയാണ്. ഈ പുതിയ യുദ്ധക്കഥയിലെ ഏറ്റവും ക്രൂരമായ അധ്യായം ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നെടും തൂണായ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി പരിഗണിക്കപ്പെടുന്ന മകൻ മുജ്തബ ഖമേനിയെയും ലക്ഷ്യം വെച്ചുള്ള അതീവ രഹസ്യമായ സൈനിക നീക്കങ്ങളാണ്. അധികാരത്തിന്റെ സിരാകേന്ദ്രങ്ങളെ നേരിട്ട് വെട്ടിനിരത്തി വിപ്ലവത്തിന്റെ അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ ഡെസിപിറ്റേഷൻ സ്ട്രൈക്ക് യഥാർത്ഥത്തിൽ ഇറാന്റെ പരമാധികാരത്തിനും ഒരു ജനതയുടെ ആത്മാഭിമാനത്തിനും നേരെയുള്ള പച്ചയായ വെല്ലുവിളിയാണ്. ജനറൽ കാസിം സുലൈമാനിയെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി ചതിയിലൂടെ വധിച്ചതുപോലെ ഇറാന്റെ നട്ടെല്ലായ നേതൃത്വത്തെ ഇല്ലാതാക്കിയാൽ രാജ്യം തകരുമെന്നും അവിടെ ഒരു വിനീത വിധേയ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാമെന്നുമാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇറാൻ ഈ ഭീഷണികളെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. നേതാവിനെതിരെ ഉണ്ടാകുന്ന ഏത് നീക്കവും ഒരു വിശുദ്ധ യുദ്ധത്തിനുള്ള ആഹ്വാനമായിട്ടായിരിക്കും രാജ്യം കാണുകയെന്നും അത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സാന്നിധ്യത്തിന്റെ അന്ത്യമായിരിക്കുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേവലം വ്യക്തികളെയല്ല, മറിച്ച് വിപ്ലവകരമായ ഒരു പ്രത്യയശാസ്ത്രത്തെയാണ് തങ്ങൾ നയിക്കുന്നതെന്നും നേതൃത്വത്തിന് നേരെയുള്ള നേരിയ പോർലുകൾ പോലും ക്വിഡ്സ് ഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ അതിശക്തമായ പ്രത്യാക്രമണത്തിന് വഴിമരുന്നിടുമെന്നും ഇറാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ശത്രുവിന്റെ ഇത്തരം തിരക്കഥകൾ ഭരണകൂടത്തെ തളർത്തുന്നതിന് പകരം ജനങ്ങളെ ഒന്നിപ്പിക്കാനും സാമ്രാജ്യത്വ വിരുദ്ധ വികാരം പശ്ചിമേഷ്യയിലുടനീളം ആളിപ്പടർത്താനുമാണ് സഹായിക്കുന്നത്. അമേരിക്കയുടെ കിൽ ഓർഡറിന് ഇറാൻ നൽകുന്ന മറുപടി സൈനിക സ്ഥാനങ്ങളിൽ നിന്നുള്ള വെറും വാക്കുകളല്ല, മറിച്ച് ശത്രുവിന്റെ ചിന്താശേഷിയെ പോലും മരവിപ്പിക്കുന്ന പ്രായോഗിക സന്നാഹങ്ങളാണ്. ലോകത്തെ ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലുകളും ശത്രുവിന്റെ കണ്ണ് വെട്ടിച്ച് കൃത്യമായ പ്രഹരമേൽപ്പിക്കുന്ന ഡ്രോൺ വ്യൂഹങ്ങളും ഇറാന്റെ പക്കലുണ്ട്. ഇതിനു പുറമെ ഹിസ്ബുള്ള ഹൂതികൾ, ഇറാഖിലെ ഷിയ സായുധ ഗ്രൂപ്പുകൾ എന്നിവരടങ്ങുന്ന പ്രതിരോധ നിരയിലൂടെ ഇസ്രായേലിനെയും അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഒരേ സമയം വരിഞ്ഞു മുറുക്കാനുള്ള ശേഷി ഇറാൻ ആർജിച്ചു കഴിഞ്ഞു. അമേരിക്കയിലെ കമ്പ്യൂട്ടറുകൾ ലക്ഷ്യസ്ഥാനങ്ങൾ കുറിക്കുമ്പോൾ ഞങ്ങളുടെ മിസൈലുകൾ ആ കമ്പ്യൂട്ടറുകൾ ഇരിക്കുന്ന കെട്ടിടങ്ങളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ഇറാന്റെ സൈനിക വക്താവിന്റെ വാക്കുകൾ കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏത് കടന്നുകയറ്റത്തെയും ചാരമാക്കുമെന്ന ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മുന്നറിയിപ്പാണ്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ കനക്കുമ്പോൾ ട്രംപ് നൽകിയിരിക്കുന്ന അന്ത്യശാസനം ഇറാന്റെ വിധിയെഴുത്തല്ല, മറിച്ച് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സാന്നിധ്യത്തിന്റെ അന്ത്യശാസനമായി മാറാം. ഖമേനിയുടെ നേതൃത്വത്തിലുള്ള പുരോഹിത ഭരണത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നവർ കാണാൻ പോകുന്നത് തകരാത്ത പോരാട്ട വീര്യമുള്ള ഒരു ജനത സാമ്രാജ്യത്വത്തിന്റെ കോട്ടകൾ തകർക്കുന്നതാണ്. വരും മണിക്കൂറുകൾ സൃഷ്ടിക്കാൻ പോകുന്നത് ഇറാന്റെ തകർച്ചയല്ല, മറിച്ച് ലോകം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇറാന്റെ പ്രതിരോധത്തിന്റെ വിജയഗാഥയായിരിക്കും. സമാധാനത്തിന്റെ കിരണങ്ങൾ അസ്തമിച്ചാലും പ്രതിരോധത്തിന്റെ പുതിയൊരു പുലരി ഇറാന്റെ മണ്ണിൽ ഉദിക്കുമെന്നത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.